എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു 4 മണി പലഹാരവുമായിട്ടാണ്. കറി പപ്സ്. എങ്ങനെയാണ് നമുക്ക് കറി പപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി പപ്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്, ഒരു വലിയ ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് നടുക്കിൽ നമുക്കൊരു ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് ഈ ലെമൺ ജ്യൂസും തേങ്ങാപ്പാലും അതുപോലെ തന്നെ ബട്ടർ ഉരുക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഉരുക്കിയത് മുഴുവൻ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കും നമ്മൾ കുറേശ്ശെയായിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നമുക്കിത് കൈ കൊണ്ട് പതുക്കെ കുഴച്ചെടുക്കാം. കുറേശ്ശെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1.5 മണിക്കൂറോളം കവർ ചെയ്ത് വെക്കാം. ഞാനിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോളം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്കതിനുള്ള മസാലകളൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി 2 വലിയ സബോള നമ്മൾ നന്നായി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, ഒരു 3-4 ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1-2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇവിടെ നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒഴികെ ബാക്കിയെല്ലാ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സബോള വഴന്ന് സബോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പച്ചമുളക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാതെ മുളക് പൊടി കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ
നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മോളും കൂടി കഴിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ മസാല ചേർത്തത്. നിങ്ങൾക്ക് മസാല കൂടുതൽ ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പബ്സിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പബ്സ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നമ്മൾ പരത്തി വെച്ചതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു ഫോർക്കിൻ്റെ സൈഡ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഈ സൈഡ് ഭാഗമൊക്കെ നന്നായി പ്രസ് ആവാനും നല്ല ഭംഗിയുള്ള ഷേപ്പ് കിട്ടാനൊക്കെ ഈ ഫോർക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ഓയിലിടുമ്പോൾ ഇത് വിട്ടു പോകാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും നന്നായി പ്രസ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ കയറും. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തോളൂ. ഇതെല്ലാം നല്ല ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു കടായിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി നന്നായി കുക്കായിട്ടുള്ളത് കാരണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് രണ്ട് ഭാഗവും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. മുതിർന്നവർക്കും കുട്ടികൾക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്